ഹായ് ഹലോ, നാടോടി വ്ലോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊന്ന് ബാംഗ്ലൂർ വരെ പോകാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ നാളെ VFSൽ ഒരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. സോ ഇന്ന് BC റോഡിൽ നിന്ന് 10:25 സുഗമ ട്രാവൽസാണ് ബുക്ക് ചെയ്തേക്കുന്നത്. സോ BC റോഡ് പോകണം. അപ്പോൾ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് BC റോഡ് വരെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ വരുന്നുണ്ട്. സോ ഇപ്പം സമയം ഓൾറെഡി 7:45 ആവറായി. സോ ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങണം. എത്തിയിട്ടില്ല, എന്നിട്ട് തന്നെ ഇറങ്ങണം. ഇനി BC റോഡ് പോയിട്ട് അവിടുന്ന് 10:25 ബസ് ക്യാച്ച് ചെയ്യണം. അപ്പം മഴ വരാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കുറച്ച് നേരത്തെ ഇറങ്ങാൻ ഓർത്തുണ്ട്. അങ്ങനെ ആണുള്ളത്. ഈ വീഡിയോ എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് ക്ലാരിറ്റിയോ ഇല്ലെങ്കിൽ എഡിറ്റിങ്ങോ അതൊക്കെ എങ്ങനെ വരും, വീഡിയോ എങ്ങനെ വരുമെന്നൊന്നും അറിയത്തില്ല. നോക്കാം, നമുക്ക് ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണേ അല്ലേ, നോക്കാം എന്താവും. ഇപ്പം BC റോഡ് എത്തി. BC റോഡ് ഇപ്പം ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബസ് ഓരോന്ന് വരും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ അടുത്ത ബസ് വരുന്നു. അപ്പം നമ്മുടെ ബസ് സുഗമ ട്രാവൽസ് 10:20 പറഞ്ഞേക്കുന്നത്. സോ ഇപ്പം 10:15 10:20-25 ആകുമ്പോഴത്തേന് എത്തുമായിരിക്കും. ಸೋನಪಿ ಜೋಸೆಫ್. ಹೌದು, ಜೋಸೆಫ್. അപ്പം നമ്മളങ്ങനെ ബസ്സിൽ കയറി. കുറേ നേരം കാത്തി നിന്നിട്ട് ബസ് വന്നു. ഒരു 5 മിനിറ്റ് ലേറ്റായിരുന്നു ബസ്. നേരത്തെ വിളിച്ച് കിടക്കാം. ബാഗ് അവിടെ വെച്ചിട്ടുണ്ട്. സോ കാലിൽ നീട്ടി ഇങ്ങനെ കിടക്കാം. നമുക്ക് ഇതൊക്കെ ഒന്ന് ഇടാം. അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല ഗ്ലാസ്. അപ്പോൾ ഓക്കെ, നമുക്കെന്നൊരു ഇനി പോകുന്ന വഴിക്കോട്ട് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയിട്ട് ഇറങ്ങാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇനി ബാംഗ്ലൂർ എത്തിയിട്ട് കാണാം. കുഴപ്പമില്ല, നല്ല ആവി എടുക്കുന്നുണ്ട്. AC ബസ് അല്ലാത്തതുകൊണ്ട് നല്ല ആവി എടുക്കുന്നുണ്ട്. പക്ഷേ ഇനി ഗ്ലാസ്സും തുറക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഞാൻ തുറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഗുഡ് മോർണിംഗ്. സമയം രാവിലെ 6 മണിയായി. ഇന്ദിരാനഗർ എത്തി. ബാംഗ്ലൂർ ഇന്ദിരാനഗർ എത്തി. ഒരു 10-20 മിനിറ്റിൻ്റെ യാത്രയും കൂടിയുണ്ട്. അവിടെ പാണ്ഡുരംഗ നഗർ, ബന്നേർഘട്ട റോഡ്, പാണ്ഡുരംഗ നഗറിലോട്ട്. സോ ഇപ്പം എത്താറായി. അപ്പോൾ ഒന്ന് ഇറങ്ങട്ടെ. ഒരു 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പാണ്ഡുരംഗ നഗറിലെത്തും. ഒക്കെ തപ്പി പിടിക്കണം. തപ്പി പിടിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വേണം അടുത്ത പരിപാടിക്ക് പോകാൻ.
ಆಯ್ತಾ ಬರ್ಲಿಕ್ಕೆ ಆಯ್ತಾ ಆಯ್ತಾ ಕೊಂಡೋಗ್ನ ಇದೇನಾ ಓಕೆ ಓಕೆ ಅಲ್ಲೇ ಹೋಗ್ಬೋದು. ഇങ്ങനെ ബസ്സിൽ നിന്നിറങ്ങി ഒരു റൂം എടുക്കണം. ഏതെങ്കിലും റൂം കിട്ടിയാൽ മതി. നോക്കട്ടെ, അവിടെ ഒരു റൂം കാണുന്നുണ്ട്. അവിടെ പോയി ചോദിച്ചു നോക്കട്ടെ. ഇതിലേക്ക് വന്നത് എന്തിനാന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. ശരിക്കും എനിക്കിന്നൊരു വിസ അപ്പോയിൻമെൻ്റ് ഉണ്ട്. 1:30 ഗോപാലൻ മാളിൽ. സോ ഇപ്പോൾ ഒന്ന് ഫ്രഷപ്പായിട്ട് ഒന്ന് ഡോക്യുമെൻറ്റ്സ് ഒന്നും കൂടി റീചെക്ക് ചെയ്തിട്ട് പോകണം. ഒരു 12:30 ആകുമ്പോഴത്തേനും ഇറങ്ങിയാൽ മതിയെന്ന് തോന്നുന്നു. 12:30 ആകുമ്പോഴത്തേനും ഇറങ്ങുവാണെങ്കിൽ ഇവിടുന്ന് ഈ എടുത്തേക്കുന്ന റൂമിൽ നിന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. സോ അന്ന് 12:30 ആകുമ്പോഴത്തേനൊന്ന് ഫ്രഷായി ഒന്നിറങ്ങണം. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കണമെന്ന്. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രഷായിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് പോകാം. അപ്പോൾ നമ്മളൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി പോകട്ടോ. ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം. 1-2 ഫോട്ടോ കോപ്പി എടുക്കാനുണ്ട്. ഫോട്ടോ എടുക്കാനുണ്ട്. സോ അതിനുള്ളിൽ സ്റ്റുഡിയോ കാണുമോ നോക്കാം. സ്റ്റുഡിയോ ഉണ്ടോ നോക്കിയിട്ട്, സ്റ്റുഡിയോ ഉണ്ടെങ്കിൽ 2 ഫോട്ടോ കോപ്പി എടുത്തിട്ട് വരാം. നോക്കണം, തപ്പി കണ്ടുപിടിക്കാൻ എവിടെയാണെന്നുള്ളത്. മഴ വന്നിട്ട് മുഴുവൻ ചെളിക്കുമ്പാരാ. മാപ്പിൽ നോക്കിയപ്പോൾ എവിടെയോ കാണിച്ചായിരുന്നേ. സോ ഉണ്ടൊന്ന് പോയി നോക്കട്ടെ. ഇവിടെ അടുത്താന്നാ കണ്ടേ. 500 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടക്കുന്ന പറഞ്ഞിട്ട് 1 കിലോമീറ്റർ ആയി തോന്നുന്നു. നോക്കട്ടെ. അങ്ങനെ ഫൈനലി ഒരു സ്റ്റുഡിയോ കണ്ടു. നമുക്ക് കയറാനുള്ള വഴി ഏതാണെന്ന് അറിയത്തില്ല. ಹಾಂ, A4 ಒಂದಷ್ಟು 4 ಪುಲಿಸ್ ತಗೋಬೋದು. ಆ ಸೈಜ್ ಬರುತ್ತಾ? ಸಾಕಾಗುತ್ತೆ. ಎಷ್ಟಾಗುತ್ತೆ ಸಾಹೇಬ್ರಕ್ಕೆ ಶೀಟಿಗೆ? 120. ಇಲ್ಲಿ ಎಷ್ಟು ಕಳಿಸಿದಾನೋ ಗೊತ್ತಿಲ್ಲ. ಕೆಳಗೆ ಲಾಸ್ಟ್ 2 ಇಲ್ಲ ಕಟ್ ಮಾಡೋದಿಲ್ಲ, ಶೀಟೇ ಕೊಡೋದು. ಹೌದು,
ಹಾಂ ನಡೆಯುತ್ತೆ, ತೊಂದರೆ ಇಲ್ಲ. റൂമിലെത്തി. ഇപ്പം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര വലിയ ക്ലാരിറ്റി ഇല്ല, കളറില്ല, ബട്ട് ഓക്കെ, കുഴപ്പമില്ല. സോ ഇതൊന്ന് ആ ഫയലിനിടയ്ക്ക് വെച്ചിട്ട് ഇപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് ഇറങ്ങും. സമയം 12 മണി ആവാറായി. സോ കഴിച്ചിട്ട് ഒരു 12:30 ആകുമ്പോഴത്തേനും ഇവിടുന്ന് ഇറങ്ങണം. 12 മണി ആകുമ്പോഴത്തേനും ഇറങ്ങും. അപ്പോൾ ഇനി അപ്പോയിൻമെൻറ്റിന് സമയമായി. ഇപ്പം 1:30 അപ്പോയിൻമെൻറ്റ്. ഇപ്പോൾ ഓൾറെഡി 12:20. സോ നമ്മളിപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങുക. ഇറങ്ങിയിട്ട് അതിൻ്റെ ഇടയ്ക്ക് 2 ജെറാക്സ് എടുക്കാനുണ്ട്. ജെറാക്സ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മളിനി ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങാൻ പോവാം. നമ്മുടെ ബാംഗ്ലൂരത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതിപ്പം രാവിലെ സമയം 6:30 ഇവിടുന്ന് മെജസ്റ്റിക്ക് പോകണം. മെജസ്റ്റിക്ക് പോയിട്ട് മെജസ്റ്റിക്കിൽ നിന്ന് വണ്ടി കയറാൻ നിർത്തേണ്ടതുള്ളത്. സോ ഒരു അരമണിക്കൂർ ഇവിടുന്ന് പോകണം. മെജസ്റ്റിക്ക് 3/4 മണിക്കൂറോളം പോകണം. അപ്പോൾ മെജസ്റ്റിക്ക് പോയിട്ട് അവിടുന്ന് ഒരു ഏതെങ്കിലും കിട്ടുന്ന വണ്ടിക്ക് കയറി പോരാൻ നിർത്തേണ്ടതുള്ളത്. അപ്പം നമ്മുടെ ബാംഗ്ലൂർ വാസം കഴിഞ്ഞു. ഓക്കെ, ഓൾമോസ്റ്റ് പാക്കിങ്ങിനെല്ലാം റെഡിയായി. ഇനിയിപ്പം ക്യാബ് ബുക്ക് ചെയ്ത് നേരെ മെജസ്റ്റിക്കിൽ നിന്ന് നേരെ വീട്ടിലോട്ട്. ബസ് ഏതാ കിട്ടുന്നതെന്ന് അറിയത്തില്ല. ഡേ ടൈം ആയതുകൊണ്ട് നോർമൽ KSRTC കിട്ടത്തുള്ളൂ. സോ കിട്ടുന്ന ബസ്സിൽ പോവാം. അവനെ ഹെലികോപ്റ്റർ ധർമ്മസ്ഥല. അതെ, കണപ്പയ്ക്കാനാ? കണപ്പേ. അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറുക. EV ಐಷ ಎದುರುಡ್ತೂಲ ಏರುಳ್ಳಿ ನಿನ್ನೊಂಜಿ ಅಭಿಪ್ರಾಯ ನಿಜವಾಗ್ಲೂ ಬರೋದಾದ್ರೆ ಬನ್ನಿ ಮೆಜೆಸ್ಟಿಕ್. ವಿತೌಟ್ ಮನಿ ಬರಕ್ಕೆ ಹೋಗ್ಬಿಡಿ. ಕಣ್ಣುಲ ಉಜ್ಜ ಮರ ಒಂದು ಸ್ವಲ್ಪ ಉಂತೊಂದಿಪ್ಪಣೆ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടോന്നു. പെണ്ണ് കാണാൻ വരുമ്പോൾ പെണ്ണ് ചായ കൊണ്ടുവരും. നമുക്ക് ഒരുത്തൻ ചായ കൊണ്ടുവരുന്നത്. അപ്പം നമ്മുടെ പൂരി
എത്തിയിട്ടുണ്ട്. പൂരി വട ചായ. അപ്പം ഒന്ന് കഴിക്കട്ടെ. അതവിടെ ഞാൻ എന്നെ സ്പൂണാണ് പൂരി ഉണ്ട് സ്പൂണോട് നിൽപ്പാനാണ് തന്നെയാണ്. ഓക്കെ എന്നാൽ കഴിച്ചിട്ട് വരാം. അപ്പോൾ ഇത് ബസ് സ്റ്റാൻഡ്, മജസ്റ്റിക് ബസ് സ്റ്റാൻഡ്. ഇത് നമ്മൾ ചായ കുടിക്കുന്നു. ಅಂತ ಕ್ಲೀನ್ ಅದು ದಿಕ್ಕಣದ ಆದ್ಯವು ക്ലീൻ അത് ദിക്കണത് ആദ്യവും. അപ്പോൾ നമ്മളങ്ങനെ KSRTC ബസ്സിൽ കയറിയിട്ടുണ്ട്. അത് 4:30 ആകുമ്പോഴത്തേനും അവിടെ എത്തുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 4:30 ആകുമ്പോഴത്തേനും എത്തുമായിരിക്കും. ധർമ്മസ്ഥലം എത്തും. പിന്നെ ധർമ്മസ്ഥലയിൽ നിന്ന് പിന്നെയും ബസ് മാറി കയറണം.